ലൈവിനകത്ത് ആര്യന്റെ കരച്ചിലോട് കരച്ചിലാണേ. ആര്യനും അതുപോലെ നെവിനും അക്ബറും നല്ല പോലെ പേടിച്ചിട്ടുണ്ട്. അതായത് ഈ ആദില സേഫാണ് ഈ ആഴ്ച, ഷാനവാസ് സേഫാണ്. ആര്യൻ പോയിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഷാനവാസിനെ കൂടി നോമിനേറ്റ് ചെയ്യാമായിരുന്നില്ലേ, ഞാൻ നിനക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ തന്നതല്ലേ, നീ എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സാബുവിന്റെ അടുത്തും പോയിട്ട് അക്ബറും ആര്യനും നെവിനുമൊക്കെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാത്തത് എന്തെന്ന് ചോദിക്കുന്നുണ്ടേ. ഇവിടെയാണ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണേണ്ടത്. അതായത് ആദ്യത്തെ നോമിനേഷൻ, ഇപ്പൊ നെവിൻ നോമിനേറ്റ് ചെയ്തതെന്ന് പറയുന്നത് സാബുവിനെ അനുമോളെയാണ് നെവിൻ നോമിനേറ്റ് ചെയ്തത്. ഇവിടെ അനുമോളുടെ അവസരം വന്നപ്പോൾ തിരിച്ച് അനുമോള് നെവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, കൂടാതെ അവിടെ അക്ബറിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അക്ബർ നോമിനേറ്റ് ചെയ്തത് ആദിലെ നൂറയുമാണ്. കാരണം ഇവർ രണ്ടുപേരും നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അക്ബർ സേഫ് ആകാൻ പറ്റുമെന്നാണ് അക്ബർ വിചാരിച്ചത്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെ അനീഷിനെയുമാണ്. അനീഷ് നോമിനേറ്റ് ചെയ്തത് സാബുവിനെ നൂറയുമാണ്. അപ്പോൾ അനീഷിന്റെ നോമിനേഷൻ, അതുപോലെ ആര്യന്റെ നോമിനേഷൻ, നിവിന്റെ നോമിനേഷൻ, ഇതിന് ശേഷമാണ് അനുവിന്റെ നോമിനേഷൻ വരുന്നത്. അപ്പൊ അനു ബുദ്ധിപരമായിട്ട് നിവിനെ നോമിനേറ്റ് ചെയ്തു, അക്ബറിനെ നോമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നോമിനേഷൻ വന്നത് അക്ബറിന്റെ നോമിനേഷനാണ്. ഇവിടെ അക്ബർ ഒരു അതിബുദ്ധി കാണിച്ചു. അക്ബർ ആദിലെ നൂറെ നോമിനേറ്റ് ചെയ്തു. ഈ ആദിലെ അക്ബർ നോമിനേറ്റ് ചെയ്ത സ്ഥാനത്ത് ഇപ്പൊ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഷാനവാസ് നോമിനേഷനിൽ വന്നനെ. പക്ഷെ അക്ബർ എന്ത് ചെയ്തു, ആദിലെയും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദിലെ നോമിനേറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ അടുത്ത നോമിനേഷൻ നൂറയുടെ നോമിനേഷൻ ആയിരുന്നു. നൂറ അക്ബറിനെ ആര്യനെയാണ് നോമിനേറ്റ് ചെയ്തത്. അവിടെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വോട്ടുകൾ ഓരോന്ന് അവിടെ വീണ് കഴിഞ്ഞു ഓൾറെഡി. അക്ബറിന്റെ നേരത്തെ അവിടെ അനുമോൾ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അക്ബറിന്റെ കാര്യം ഉറപ്പായി, അല്ലെങ്കിൽ അക്ബറിന് 3 വോട്ടുകൾ വരികയും ചെയ്തു. ആര്യനും കൂടെ അവിടെ നോമിനേഷനിലേക്ക് വരികയാണ്. അടുത്ത് സാബുവിന്റെ നോമിനേഷൻ വരികയാണ്. അപ്പൊ സാബുവിനെ നിവിൻ നോമിനേറ്റ് ചെയ്തുകൊണ്ട് സാബു എന്ത് ചെയ്തു, നിവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സാബുവിനെ അനീഷ് നോമിനേറ്റ് ചെയ്തുകൊണ്ട് സാബു അനീഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിവിനെയും അനീഷിനെയും സാബു നോമിനേറ്റ് ചെയ്തു. ആദിലയുടെ നോമിനേഷൻ വന്നപ്പോൾ ആദില ബുദ്ധിപരമായിട്ട് കളിച്ചു. ഓൾറെഡി ഒരു വോട്ട് ആദിലേക്ക് വീണിട്ടുണ്ട്. അപ്പൊ ആദിലെ പോയിട്ട് ഷാനവാസിനെ വല്ല നോമിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് പറ്റും, പണി കിട്ടും. കാരണം ഷാനവാസ് ഇനി നോമിനേറ്റ് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നോമിനേഷൻ കഴിഞ്ഞ ആരെങ്കിലും നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദിലേക്ക് നോമിനേഷനിൽ വരാതെ സേഫ് ആകാൻ പറ്റും. അപ്പൊ ആദിലെ ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തില്ല, പകരം അനീഷിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്തു. സോ ഇതിലൂടെ ആദിൽ എന്ത് ചെയ്തു, ആദിലെ സേഫായി. ആദിലെ നോമിനേറ്റ് ചെയ്തത് ഇവിടെ ആണെന്ന് എന്തായാലും ഷാനവാസ് അറിയാതിരിക്കില്ലല്ലോ. ഷാനവാസ് അതുകൊണ്ട് ആദിലയുടെ പേരെടുത്തില്ല. ഷാനവാസിനെ എങ്ങാനും ആദിലെ നോമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഷാനവാസ് ആദിലെ ഉറപ്പായിട്ട് നോമിനേറ്റ് ചെയ്തതിന്. അങ്ങനെ വന്നാൽ എന്ത് പറ്റും, ആദിലേക്ക് 2 വോട്ട് വരും. അപ്പൊ ഇവിടെ ആദിലെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാത്തത് കൊണ്ടും ഷാനവാസ് ആദിലെ നോമിനേറ്റ് ചെയ്യാത്തത് കൊണ്ടും ഇവർ രണ്ടുപേരും സേഫായി. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി ആര്യൻ, അക്ബർ, നെവിൻ എല്ലാവരും വണ്ടറടിച്ച് കിളി പോയിട്ടിരിക്കുകയാണ്. കാരണം ആദിലെ സേഫ് ആവുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ആദിലെ നൂറെ ഒന്നിച്ച് നോമിനേഷനിൽ വന്നാൽ ടൈറ്റ് കോമ്പറ്റീഷൻ വരികയും അവിടെ നൂറയോ ആദിലെയോ ഒരാൾ പുറത്താവുകയും ചെയ്യുമെന്നാണ് ഇവർ വിചാരിച്ചത്. അവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയത് അവിടെയാണ്. ഇതാണ് ബുദ്ധിപരമായിട്ട് ബിഗ് ബോസിനകത്ത് കളിക്കണമെന്ന് പറയുന്നത്. ആദിലേക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല പോലെ ചിന്തിച്ച് തന്നെയാണ് ആദിൽ അവിടെ നിൽക്കുന്നത്. ഒരു പക്ഷേ നൂറേക്കാൾ ബുദ്ധിപരമായിട്ട് ഗെയിം കളിക്കുന്ന ആളും ആദില തന്നെയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.